ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഹോസ്പിറ്റൽ ബാഗിലേക്ക് എന്തൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണ്. എൻ്റെ ഹോസ്പിറ്റൽ ബാഗിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസാണ് കാണിക്കുന്നത്. ഇനി ഇതിലും കൂടുതൽ ഐറ്റംസ് വേണമെങ്കിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ ഞാൻ എടുത്തത് ഹോസ്പിറ്റൽ റെക്കോർഡ്സൊക്കെ ആണ്. പിന്നെ ആധാർ കാർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഒരു ഫയലാക്കി അതാണ് എടുത്തത്. ഇതിനി ഇല്ലെങ്കിലും അവിടെ നമ്മൾ പോകുന്ന ഹോസ്പിറ്റലിൽ അവിടെ നമ്പർ കൊടുത്താൽ ഒരു നമ്പർ ഉണ്ടാവും. അത് കൊടുത്താൽ എല്ലാ ഡീറ്റെയിൽസും അവർ അവിടെ ഒരു ഫയൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കുഴപ്പമില്ല. എങ്കിലും നമ്മുടെ അടുത്തുള്ള റെക്കോർഡ്സൊക്കെയാണ് ഫസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ഡയപ്പറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ടെഡ്ഡിയുടെ ഡയപ്പറാണ്. അത് വന്നിട്ട് ഒട്ടിക്കുന്ന ടൈപ്പാണ്, ടേപ്പ് ടൈപ്പാണ്. ന്യൂ ബോണിൻ്റെ ടേപ്പ് ടൈപ്പാണ്. കാരണം ജനിക്കുന്ന കുട്ടി എത്രത്തോളമാണ് വെയിറ്റ്, അല്ലെങ്കിൽ അവർക്ക് അരഭാഗം കുറച്ച് കുറവൊക്കെ ആയിരിക്കും. അപ്പോൾ പാൻ ടൈപ്പിനെക്കാട്ടും ഇങ്ങനെ ടേപ്പ് ടൈപ്പാണ് നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ടേപ്പ് ടൈപ്പായിട്ടുള്ള ഡയപ്പേഴ്സ് വാങ്ങി വെച്ചിരിക്കുന്നത്. പിന്നെ മൂന്നാമത് എടുത്തിരിക്കുന്നത് മെറ്റേണിറ്റി ടൈമിൽ യൂസ് ചെയ്യുന്ന സാനിറ്ററി പാഡാണ്. കുറച്ചുകൂടിയും വലിയ സൈസിൽ വരുന്ന ഈ സമയത്ത് യൂസ് ചെയ്യുന്ന പാഡിൻ്റെ പാക്കാണ്. അതും ഒരു പാക്കാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ അവിടെ അവൈലബിൾ ആണ്, എങ്കിലും നമ്മൾ വാങ്ങിയത് എടുത്ത് വെച്ചതാണ്. ഓക്കെ. പിന്നെ ഞാൻ 2 പെയർ ചപ്പൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നോർമൽ സ്ലിപ്പേഴ്സാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒന്ന് നമുക്കും യൂസ് ചെയ്യാം, ഇനി അടുത്ത് നമ്മുടെ കൂടെ വരുന്ന ആർക്കെങ്കിലും ഒന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് 2 പെയർ ഓഫ് ചപ്പൽ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്ലിപ്പേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഹോസ്പിറ്റൽ യൂസിന് വേണ്ടിയിട്ട്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നൊരു സാധനമാണല്ലോ ഈ ക്യാരി ബാഗ്, കുട്ടികളെ എടുക്കുന്ന ബേബി നെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഇത് വളരെ യൂസ്ഫുള്ളാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കാരണം ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് വാക്സിനേഷൻ കൊടുക്കാനും വേറെ പലതും ചെക്ക് ചെയ്യാനൊക്കെ കുറേ സ്ഥലത്തേക്ക് പോകേണ്ടി വരും. ഹോസ്പിറ്റലിൻ്റെ തന്നെ 2-3 സ്ഥലങ്ങളിലേക്ക്. അതിനപ്പോൾ കുട്ടിയെ കുറച്ചുകൂടി ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ. പിന്നെ കുറച്ച് നോർമൽ ടർക്കീസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കട്ടിയുള്ള ടർക്കി ഉണ്ട്, പക്ഷേ അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, എൻ്റെ വീട്ടിലാണുള്ളത്. അതും എടുത്തിട്ടുണ്ട്. അതും കൂടിയും പാക്ക് ചെയ്ത് വെക്കും. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ എല്ലാവരും എടുക്കുന്നൊരു സംഭവമാണ് ഈ കുട്ടികളെ ഉറക്കി കിടത്തുന്ന നെറ്റ് ബെഡാണ്. നമ്മൾ ഇങ്ങനത്തെ നെറ്റ് ബെഡ് ഉണ്ടെങ്കിൽ ഇനി കൊതുകോ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ സുഖമായിട്ട് കുട്ടിയെ കിടത്താമല്ലോ. പിന്നെ സേഫായിട്ട് അതിൻ്റെ ഉള്ളിലായിരിക്കുമല്ലോ, പുറത്തേക്ക് വരില്ലല്ലോ, നമ്മളെ കൈയൊന്നും തട്ടില്ലല്ലോ. എന്നപ്പോൾ ഇതും ഞാൻ ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നുണ്ട്. ഇതൊരു യൂസ്ഫുൾ സാധനമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ അതിനുള്ള തലയണയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല, എന്താണെന്നറിയില്ല. എന്നാലും ഞാൻ സെപ്പറേറ്റ് വാങ്ങിയൊരു തലയാണാണിത്. ഇതും എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അണ്ടർ ഗാർമെൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ചെറിയ കവറിലാക്കി വേറെ സെപ്പറേറ്റ് കവർ ചെയ്ത് വെച്ചതാണ്, പാക്ക് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇതാണ് എടുക്കുന്നത്. നെക്സ്റ്റ് എടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ കുട്ടിയെ അവിടെ നിന്ന് കുളിപ്പിക്കാനോ ഒന്നിനും പോകുന്നുണ്ടാവില്ല. ജസ്റ്റ് അവർ കുളിപ്പിച്ച് തന്നാൽ പിന്നെ നമ്മൾ 2 ദിവസം കൊണ്ടങ്ങ് വീട്ടിലേക്ക് വരുമല്ലോ. എങ്കിലും എന്തെങ്കിലും വേണ്ടി വരുമെന്ന് വിചാരിച്ച് നമ്മൾ ചെറിയൊരു ജെൻറ്റിൽ വാഷൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബെൽറ്റ് എടുക്കുന്നുണ്ട്. കാരണം ഡെലിവറി കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ലൂസായി ഇങ്ങനെ കിടക്കുമെന്ന് പറയുന്നത് കേൾക്കാം. അങ്ങനെയാണ് സംഭവം. അതപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ബെൽറ്റ് എടുത്തിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമുക്ക് ഡ്രസ്സിൻ്റെ പുറത്തുകൂടിയൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. പിന്നെ എടുത്തത് വെറ്റ് വൈപ്സ് ആണ്. ഇതെന്തായാലും ആവശ്യമുള്ളൊരു സാധനമാണ്. കുട്ടികളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊന്ന് തുടച്ചു കൊടുക്കാനൊക്കെ. ഇതിട്ട് ഒരു പാക്ക് മാത്രമേ എടുക്കൂ കേട്ടോ, മൊത്തമായിട്ട് കൊണ്ടുപോയില്ല, ഒരു പാക്ക് മാത്രം എടുക്കും. പിന്നെ ഡ്രൈ ഷീറ്റാണ്. ഡ്രൈ ഷീറ്റും ആവശ്യം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഒരു ഡ്രൈ ഷീറ്റും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ എടുക്കുന്നത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് കുട്ടിയെ ഒന്ന് തുടച്ചു കൊടുക്കാനൊക്കെ വേണമെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ചെറിയ ടർക്കിയാണ് എടുക്കുന്നത്. കുട്ടിയുടെ തല എവിടെയെങ്കിലും ഒന്ന് തുടച്ചു കൊടുക്കണം എന്ന് വെച്ചാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തത്. പിന്നെ നമ്മൾ ഈ പാലൊക്കെ കൊടുത്തു കഴിയുമ്പോൾ
കുട്ടി ചിലപ്പോൾ ഇങ്ങോട്ട് തന്നെ തുപ്പാനൊക്കെ ചാൻസ് ഉണ്ട്. അന്നപ്പോൾ കുട്ടിയുടെ ഫേസ് ടവലാണ്, അത് കുറച്ച് എടുക്കുന്നുണ്ട്. എന്തായാലും ആവശ്യം വരുമെന്ന് തോന്നുന്നു. അപ്പോൾ വേറെ ക്ലോത്ത് എടുക്കണ്ടല്ലോ, ഇങ്ങനത്തെ സോഫ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് തുടച്ചെടുക്കാൻ വിചാരിച്ചിട്ടാണ് ഇതെടുത്തത്. പിന്നെ നമ്മൾ കുറച്ച് നോർമൽ കുഞ്ഞുടുപ്പുകളില്ലേ, അതിറ്റാൽ വാങ്ങിയിട്ടുണ്ട്. അതാണ് ഒരു 3-4 എണ്ണം എടുക്കുന്നുണ്ട്. എല്ലാം ഞാൻ വൈറ്റ് ഷെയ്ഡിലാണ് എടുത്തത്. അങ്ങനെ അതൊക്കെ അലക്കി വെച്ചതാണ്. അതാണ് ഇത്ര നല്ലപോലെ അല്ലാതെ നിൽക്കുന്നത് കേട്ടോ. അലക്കി എല്ലാം റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇതിറ്റ 3-4 എണ്ണം എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേ കുഞ്ഞുടുപ്പ് തന്നെ നമ്മൾ മസ്ലിൻ ക്ലോത്തിൽ വരുന്നത് ഒരു 3-4 എണ്ണം എടുക്കുന്നുണ്ട്. ഇതിന് ചിലപ്പോൾ ആവശ്യമായിട്ട് വരുമെന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. ഇതിനെന്താ ജബ്ലാസോ അങ്ങനെ എന്തോ ആണല്ലോ പറയാം. അപ്പോൾ നല്ല പ്രിൻ്റൊക്കെ ഉള്ള 3-4 ജബ്ലാസ് കൂടി എടുക്കുന്നുണ്ട്. ഇത് മസ്ലിൻ ക്ലോത്താണ്, മറ്റേത് നോർമൽ വേറൊരു ക്ലോത്ത് വരില്ല, അതാണ്. അങ്ങനെ 2 സെറ്റ് ഡ്രസ്സും കൂടി, കുറച്ച് ഡ്രസ്സ് കൂടി എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഗ്രൂമിങ് കിറ്റ് എടുക്കുന്നുണ്ട്. കാരണം കുട്ടി ജനിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് നല്ല നഖം ഉണ്ടാവും എന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് ഈ ഗ്രൂമിങ് കിറ്റ് എടുക്കുന്നത്. ഇതും ആവശ്യം ഉണ്ടാവുമെന്ന് ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് എടുക്കുന്നത്. പിന്നെ എടുക്കുന്നത് നമുക്ക് കുളിച്ചിട്ടൊക്കെ തലയൊക്കെ ഒന്ന് വെറ്റാക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് മുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇടാനുള്ള മാക്സി ഡ്രസ്സുകൾ എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഫീഡിങ്ങിന് കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. എല്ലാം ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നൈറ്റികളാണ് എടുക്കുന്നത്. പിന്നെന്താണ് പിന്നെ എടുക്കുന്നത് എന്താ വെച്ചാൽ, പിന്നെ നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർക്കുള്ള ഐറ്റംസ് എടുക്കണം. ഉമ്മമാർക്കുള്ളത്, അതേപോലെ നമ്മുടെ മൂത്ത കുട്ടിക്കുള്ളതും ഒക്കെ എടുക്കണം. പിന്നെ ഡ്രസ്സ് കൂടി എടുക്കുന്നുണ്ട്. അത് നമുക്ക് വരുമ്പോൾ ഒക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പം ഞാൻ പർദ്ദയായിരിക്കും ഇടുക. ഞാൻ ഇപ്പം ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നുള്ളും പർദ്ദ ഞാൻ വേറെ ഒരു ആവശ്യത്തിന് പുറത്തെടുത്ത് വെച്ചതിനെ കൊണ്ട്. അപ്പോൾ ഇതായിരിക്കും, അല്ലെങ്കിൽ പർദ്ദയായിരിക്കും. പർദ്ദയായിരിക്കും ഞാൻ മാറ്റി വെക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഹെയർ ബാൻഡ്സ് എടുത്ത് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. നമുക്ക് ഡെലിവറീൻ്റെ സമയമാകുമ്പോൾ ഹെയറൊക്കെ നല്ലപോലെ പിന്നിട്ടിട്ട് ഇങ്ങനെ കുടുക്കി വെക്കണം. പിന്നെ ഇങ്ങനെ ഒരു ബോട്ടിൽ എടുക്കുന്നുണ്ട്. ഈ ബോട്ടിൽ മാത്രമല്ല, നമ്മൾ ഫ്ലാസ്ക് എടുക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് കഴിക്കാൻ കുറച്ച് പ്ലേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കും കേട്ടോ. അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് എടുത്ത് വെക്കുന്നത്. പിന്നെ നമ്മൾ വിരിപ്പ് അതൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ വേണ്ടി വരും. നമുക്കുള്ളത് ഉണ്ടാവും, പക്ഷേ നമ്മുടെ കൂടെ വരുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ളതും കൂടി വേണമല്ലോ. പിന്നെ ചാർജർ, എക്സ്ട്രാ ഒരു ഡ്രസ്സ് കുട്ടിക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഇതിലും കൂടുതൽ എന്താ വേണ്ടത് അല്ലെങ്കിൽ ഒന്നും എനിക്കറിയില്ല. അതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാണ്ടി. പിന്നെ വൈറ്റ് ക്ലോത്ത് എടുക്കുന്നുണ്ട്. നല്ലപോലെ നമ്മൾ പണ്ടേ യൂസ് ചെയ്യുന്നതാണല്ലോ വൈറ്റ് ക്ലോത്ത് കട്ട് ചെയ്തിട്ട് അതെടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇപ്പം നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. ഇനി എന്തെങ്കിലും മറന്നു പോയ കാര്യങ്ങളുണ്ട്, ഇത് ആവശ്യമാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം താങ്ക് യു സോ മച്ച്.